ഹലോ ഗൈസ്, അപ്പോൾ രാത്രി മാവ് അരച്ച് വെച്ചതായിരുന്നു കേട്ടോ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഏതാ ഒരു 6 മണിയൊക്കെ ആകുമ്പം തുറന്ന് നോക്കുകയാണേ. അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. വട്ടയപ്പവും വെള്ളയപ്പവും ഒക്കെ ഉണ്ടാക്കാം. അപ്പം ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 2 വട്ടയപ്പമെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ചധികം മാവ് എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അതുണ്ടാക്കാം, വട്ടയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അതുണ്ടാക്കാം. വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ചൊന്ന് ചേഞ്ച് വരുത്തും, അത്രയേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മഴക്കാലമൊക്കെയാണ്, ചില സമയത്ത് ഇത് നന്നായി കിട്ടില്ല. എന്നാൽ ഇപ്പോൾ കുറേ ആയിട്ടൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഡയറക്റ്റ് വേഗം ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാൻ നോക്കട്ടെ. അതുണ്ടാക്കിയിട്ടുള്ളത് കാണിക്കാം. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റായി കിട്ടണം. നമ്മൾ അരയ്ക്കുമ്പം തന്നെ, മാവൊക്കെ അരയ്ക്കുമ്പം തന്നെ, അരിയൊക്കെ അരയ്ക്കുമ്പം തന്നെ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ക്ലിയറായിട്ട് കിട്ടും. ഇത് നമ്മൾ രാവിലെ വന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ ക്ലിയറായിട്ട് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഒരു ഹാപ്പി ആയിരിക്കും. മറ്റേത് നമ്മൾ രാവിലെ വന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇത് അതേപോലെ തന്നെ. അപ്പോൾ ഇത് കണ്ടില്ലേ, വട്ടയപ്പം ഉണ്ടാക്കി, ഒന്നുണ്ടാക്കി, ഒന്ന് അടുപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. ഒന്ന് വേവാവുന്നേ ഉള്ളൂ, ഒഴിച്ചിട്ടേ ഉള്ളൂ ഒന്ന്. അപ്പോൾ അങ്ങനെയാണ് വട്ടയപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.